ഹലോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മളിതേ ഓണത്തിൻ്റെ അടുത്തായിട്ടുമായിട്ടുള്ള പച്ചടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വെള്ളരിക്ക കൊണ്ടിട്ടുള്ളൊരു പച്ചടി. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പച്ചടിയാണ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളരിക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തൊടുകറി ആയതുകൊണ്ടിട്ട് നമ്മുടെ ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വെള്ളരിക്ക എടുത്താൽ മതിയാകും. നമ്മുടെ ഇവിടെ ഒരു പകുതി വെള്ളരിക്കയാണ് എടുക്കുന്നത്. വെള്ളരിക്ക എടുത്ത് നടുകെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നേരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മളിതുപോലെ തന്നെ നേരെ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. അപ്പോൾ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ വേണം, പിന്നെ കുറച്ച് ജീരകം വേണം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കടുക്, പിന്നെ വേണ്ടത് മുളക്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കാം. ഇത് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ പച്ചടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പിനൊപ്പം നമ്മൾ കുറച്ച് കടുവും കൂടിയിട്ട് അരക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് നമ്മൾ കട്ട തൈരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് ലൂസ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെള്ളരിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് നമ്മുടെ വെള്ളരിക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളവും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ വെള്ളരിക്ക ഇത് വെന്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളരിക്കയുടെ ആ ഒരു വെള്ള കളറൊക്കെ മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളർ വരും. ആ ഒരു കളർ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്ന വെള്ളരിക്ക വെന്തെന്ന് മനസ്സിലാകും. ഇതായിപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിട്ട് കൊടുത്ത ആ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മൾ നല്ലോണം ഇളക്കിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കും നമുക്ക് വറപൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രം നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകും ചടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 2 ഉണക്കമുളക് അത് നെടുവേ കീറിയത് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. നമ്മളിതേ വറപൊട്ടിച്ചും കഴിഞ്ഞ് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറപൊട്ടിച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെള്ളരിക്ക കൊണ്ടിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലായിടത്തും അങ്ങോട്ട് പിടിക്കും. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യയിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പച്ചടിയൊക്കെ റെഡിയാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ സദ്യയുടെ അടുത്തായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ബൈ ബൈ, ടേക്ക് കെയർ.